ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൂടുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് എവിടെ എത്തിയാണ്. ഇപ്പോൾ നിലവിലുള്ളത് കൊച്ചി APTMO റിസീവ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. പുറപ്പെടുന്നത് കാശ്മീരി ഗേറ്റിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്ന്. പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് അത് എത്തിയോ എന്നറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റിയോടെ കൂടെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. എങ്കിലും അതിൻ്റെ കൺസൈൻമെൻറ്റിൻ്റെ ട്രാക്കിംഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അത് പോരുന്നത്. നേരെ കാശ്മീർ ഗേറ്റ് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ വന്നു. ഫ്ലൈറ്റിൽ മുഖേന തന്നെ വന്നിട്ടുണ്ടാവുക. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ കണ്ണൂരിലാണ് കിടക്കുന്നത്. ഇന്ന് 6 ഫെബ്രുവരി 2025 ആണ്. കണ്ണൂർ TMOയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് ഡിസ്പാച്ചായി നമ്മുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട്. നമ്മളുടെ ജിയോ പേയ്മെൻറ്റ് ബാങ്ക്. ഇതെങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കാർഡല്ല, നമുക്ക് കുറേ റിസ്ക് ഉണ്ട് അതുകൊണ്ടായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം കാത്തിരുന്ന നമ്മുടെ ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വന്നിരിക്കുകയാണ്. ഫ്ലിപ്സോൺ മുമ്പ് ഇട്ടിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ചെയ്യുക ഡീറ്റെയിൽസൊക്കെ 1ാം ഭാഗം ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് അത് ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഓർഡർ ചെയ്യുന്ന രൂപത്തിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം കൊണ്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി അതതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനെ ജിയോ എന്ന് എഴുതിയിട്ട് തന്നെ പിന്നെ നമ്മുടെ അഡ്രസ്സുമാണ് ഉണ്ടാവുക. അഡ്രസ്സിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എനിക്ക് കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടായി. ആദ്യം ഒരു തവണ ഇത് വന്നു, പിന്നെ മടങ്ങിപ്പോയി റിട്ടേൺ ആയി. അതിൻ്റെ ശേഷം നമ്മൾ ആധാർ കാർഡ് വീണ്ടും നമ്മൾ ഇത് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു. റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു അഡ്രസ് പ്രൂഫ് സ്കാൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അഡ്രസ് പ്രൂഫൊക്കെ എല്ലാം എടുത്ത് സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ അതിന് സൈനൊക്കെ ഇട്ടിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് അവർ റീഇഷ്യൂ ചെയ്തത്. റീഇഷ്യൂ ചെയ്ത സമയത്ത് ഇനി വീണ്ടും അതിൻ്റെ കയ്യിൽ കിട്ടുമോ ഇല്ലയെന്നൊക്കെ എനിക്ക് വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രാക്കിംഗ് ID അവരോടൊക്കെ ചോദിച്ചു. അതുപോലെ ജിയോ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാകുന്ന ജിയോ ഫൈനാൻസിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനായി വന്നു. അപ്പം അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഞാൻ കൈകാര്യം ചെയ്തിട്ടാണ് അവസാനം പോസ്റ്റ്മാനായിട്ട് ചാറ്റ് ചെയ്തു. എനിക്കിങ്ങനെ വരാൻ വരുന്നുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മാനായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്തു. അവസാനം പോസ്റ്റ്മാൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് പോസ്റ്റ്മാൻ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു. ആ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം പോസ്റ്റ്മാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നു. എങ്ങനെ ഇപ്പോൾ ഇതാണ് അത് അൺബോക്സ്. ഇതാണ് നമുക്കതിൻ്റെ കൂടെ വന്ന കാർഡ്. കണ്ടോ, ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ജിയോ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ്. ഇങ്ങനത്തെ ഒരു ഡെബിറ്റ് കാർഡ് അധികം ആൾക്കാർക്കും കിട്ടൽ തുടങ്ങിയിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയതുകൊണ്ട് വളരെയധികം വെരി വെരി ഹാപ്പിയാണ്. അതിൻ്റെ വാലിഡ് വരുന്നത് 12/29 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ജിയോ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നമ്മൾ ഓർഡർ ചെയ്യേണ്ട രീതി. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്.